ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഇരയാക്കപ്പെട്ട 2 മെക്കാനിക്കൽ വിഭാഗം ജീവനക്കാരെ കുറിച്ചാണ്. സംഗതി നടന്നത് പുനലൂരാണ്. KSRTC പുനലൂർ ഡിപ്പോയിലാണ്. KSRTCയുടെ വിളക്കുപാറ എന്ന് പറയുന്നൊരു സർവീസുണ്ട്. ഒരു ബൈ റൂട്ടിലൂടെ ഓടുന്ന ബസ്സാണ്. ഈ ബസ്സിൻ്റെ വീൽ ഊരിപ്പോയി. അപ്പം നിങ്ങൾ വിചാരിക്കും വീൽ ഊരിപ്പോയി കഴിഞ്ഞാൽ ടയർ ഇൻസ്പെക്ടർ സസ്പെൻഡ് ചെയ്യണ്ടേ എന്ന് ചോദിച്ചേക്കാം. സംഗതി അങ്ങനെയല്ല നടന്നത്. വീൽ ബെയറിംഗ് ഉടഞ്ഞു പോയിട്ട് ഹബ്ബ് നെട്ട് ഊരി വീല് ഇളകിപ്പോയി. ഡിസ്കിൽ നിന്നല്ല ഇളകിപ്പോയത്. അപ്പോൾ ഇതിൻ്റെ ഭാഗമായി എൻക്വയറി നടത്തുകയും എൻക്വയറി നടത്തിയ ഓഫീസറുടെ യോഗ്യതയൊക്കെ കണ്ടാൽ നിങ്ങൾ ഞെട്ടിപ്പോകും. 10ാം ക്ലാസ് ജയിച്ചോ ഇല്ലെന്ന് തന്നെ സംശയമാണ്. കാര്യം ടിയാൻ്റെ സർവീസ് അല്ല സർട്ടിഫിക്കറ്റൊന്നും ലഭ്യമല്ലെന്നൊക്കെയാണ് പറഞ്ഞേക്കുന്നത്. അപ്പം അന്വേഷണ ഉദ്യോഗസ്ഥൻ കണ്ടെത്തി 4 ദിവസം മുമ്പ് ആ വീല് മുറുക്കിയ മെക്കാനിക്കാണ് കുറ്റക്കാരൻ. അത് കഴിഞ്ഞ് 4 ദിവസം മുമ്പ് 2 ദിവസം മുമ്പാണെന്ന് തോന്നുന്നു ഡ്യൂട്ടിയിലുണ്ടായിരുന്ന മെക്കാനിക്കാണ് കുറ്റക്കാരൻ. അപ്പോൾ അന്നത്തെ സാഹചര്യത്തിൽ KSRTCയിൽ മെക്കാനിക്കുകൾ വളരെ അപൂർവമായി കാണുന്നൊരു വസ്തുക്കളായിരുന്നു. കാര്യം ഏകദേശം 35-40 സർവീസ് പുനലൂർ ഡിപ്പോയിലുണ്ട്. ആ ഡിപ്പോയിൽ നിന്ന് ഈ വാഹനം ചെക്ക് ചെയ്യാനായിട്ട് രാത്രി കാലങ്ങളിൽ ചെക്ക് ചെയ്യാനായിട്ട് ആകെപ്പാടെ 2 മെക്കാനിക്കാണുള്ളത്. 40 വാഹനം ചെക്ക് ചെയ്യാനായിട്ട് 2 മെക്കാനിക്കാണുള്ളത്. അന്ന് DCP എന്നൊക്കെ പറഞ്ഞ സംവിധാനം നിലനിൽക്കുന്ന കാലഘട്ടം. അപ്പോൾ ഈ വാഹനം ചെക്ക് ചെയ്ത് ഒരാൾ അന്ന് ചാർജ്മാനും ഒരു മെക്കാനിക്ക് ചാർജ്മാനും ഒരു മെക്കാനിക്കാണ് ഈ സംഗതി മൊത്തം നോക്കിയത്. നോക്കി വന്നപ്പോൾ ഇയാൾ നോക്കി വണ്ടി പോയി. 3-ാം ദിവസം വണ്ടി ആക്സിഡൻ്റായി. ഈ ഡ്രൈവർ 4 ദിവസം മുമ്പ് ഈ ടയർ മാറി. ടയർ ഡിസ്കിൽ നിന്ന് ഊരിപ്പോയിട്ടില്ല. സംഭവ ദിവസം ഇയാളല്ലായിരുന്നു ഡ്യൂട്ടി. ഇട്ട് കൂടി ഈ 2 മെക്കാനിക്കുമാരെയും സസ്പെൻഡ് ചെയ്തു. അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്തു. കാരണം ഇവർ ഡ്യൂട്ടിയിൽ കൃത്യവിലോപം നടത്തി എന്നുള്ളതാണ് ഇവരുടെ അഭിപ്രായം. പക്ഷേ യഥാർത്ഥത്തിൽ സംഭവിച്ചതെന്താണ്? ഡ്രൈവറുടെ ഭാഗത്ത് കുറ്റമില്ല. കാരണം ഈ വാഹനത്തിൻ്റെ വീൽ ബെയറിങ് ഉടഞ്ഞു പോയതാണ്. വീൽ ബെയറിങ് ഉടഞ്ഞു പോകേണ്ടതും ഈ വാഹനം DCPയിലേക്ക് അയക്കേണ്ടതും അവിടുത്തെ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന AD അല്ലെങ്കിൽ ചാർജ്മാൻ്റെ ഉത്തരവാദിത്തമായിരുന്നു. അയാളെ ഒഴിവാക്കിക്കൊണ്ട് മെക്കാനിക്കുകളെ ബലിയാടാക്കിയതിൻ്റെ ഫലമായാണ് ഇവരെ 2 പേരെയും സസ്പെൻഡ് ചെയ്യപ്പെട്ടത്. ഈ ആളുകൾ കൃത്യമായും എന്നെ ഒന്ന് കാണുകയും അദ്ദേഹം അവരുടെ സങ്കടം പറഞ്ഞു. ഇത്തരം രീതിയിലാണ് ഈ പരിപാടികൾ മുന്നോട്ട് പോയത്. അപ്പോൾ ഇത് അവർക്ക് ചാർജ് ഷീറ്റ് കൊടുത്തത് 4 ദിവസം മുമ്പ് ടയർ മുറുക്കിയ ആളാണ് കുറ്റക്കാരൻ. അപ്പോൾ കൃത്യമായ മറുപടി അതിൻ്റെ ഭാഗമായി കൊടുക്കുകയും അതിന് എൻക്വയറി വയ്ക്കുകയും അവരുടെ സസ്പെൻഷൻ പിൻവലിക്കുകയും അവരെ അതായത് ഡിപ്പോയിലേക്ക് ഒരാളെ പുനലൂർ തന്നെ റീഇനിഷ്യേറ്റ് ചെയ്തു, മറ്റൊരാളെ പത്തനാപുരത്തേക്കും റീഇനിഷ്യേറ്റ് ചെയ്തു. ഇതാണ് സംഭവിക്കുന്നത്. കാരണം ഇതിനകത്ത് ടെക്നിക്കലി ക്വാളിഫൈഡ് ആയ ഒരാളാണ് ഇത് പരിശോധിച്ചിരുന്നതെങ്കിൽ യാഥാർത്ഥ്യം മറച്ചു വയ്ക്കാതെ കൃത്യമായി അതിൻ്റെ ആരാണോ അതിൻ്റെ ഉത്തരവാദി അയാൾക്കെതിരെ നടപടിയെടുക്കുന്നതിന് പകരം നിരപരാധികളായ 2 പാവം മെക്കാനിക്കുകളെ ക്രൂസിലേക്ക് എത്തിക്കപ്പെടുകയാണ് ചെയ്തത്. യഥാർത്ഥത്തിൽ DCPയിലേക്ക് വണ്ടി 40,000 കിലോമീറ്റർ ഓടുമ്പോൾ ഗ്രീസ് മാറണം. പക്ഷേ 42,000 കിലോമീറ്റർ ഓടിയിട്ട് പോലും ഈ വണ്ടിയുടെ ഗ്രീസ് മാറിയിട്ടില്ല. അപ്പോൾ ബെയറിങ് സ്വാഭാവികമായിട്ട് ഉടഞ്ഞു പോകും. ഇതറിഞ്ഞുകൂടാത്ത ആളുകളാണ് എൻക്വയറിക്ക് വിട്ടത്. അപ്പം ഇത്തരം നടപടികളാണ് മാറ്റിമറിക്കപ്പെടേണ്ടത്. അതിൽ ടെക്നിക്കലി ക്വാളിഫൈഡായ ആളുകളെ ഇതിലേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ തീർച്ചയായും അതിലൊരു മാറ്റം സംഭവിക്കും. വാഹനം വലിയ അപകടങ്ങളിൽ നിന്നും ഒഴിവാകുകയും ചെയ്യും.